ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷോൺ, ഏറെ സമ്മർദ്ദത്തിനൊടുവിൽ അവസാനം കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. 2019 മന്ത്രി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചോദിച്ചു. അതിനപ്പുറം ഒന്നും വിട്ടു പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ വാർത്തയോട് അങ്ങ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? തുടക്കം മുതലേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് മാത്രമാണ് മുമ്പോട്ട് വന്നത്. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിമിതിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഒരു ചോദ്യം ചെയ്യലിൽ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ അതുപോലും പുറത്തുവിടാത്ത രീതിയിൽ അത്രയും രഹസ്യാത്മകത സൂക്ഷിക്കാൻ മാത്രം എന്താണ് ഇപ്പൊ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കാലത്ത് മന്ത്രിയായിരുന്ന ആളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എന്താ തെറ്റ്? ഇപ്പൊ ഇതിനകത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, മന്ത്രി വി.എൻ. വാസവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ള മന്ത്രിമാർ ഇതിനകത്ത് കുറ്റക്കാരാണ്. മന്ത്രി വി.എൻ. വാസവൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതൃത്വം അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണ്. മാത്രമല്ല, ഇത് ഈ ദേവസ്വം ബോർഡ് ഇൻഡിവിജ്വൽ ബോഡിയാണെന്ന് പറയുന്നു. ദേവസ്വം ആരാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത്? PSC പരീക്ഷ എഴുതിയൊന്നും അല്ല നിയമിക്കുന്നത്. ഇത് നിയമിക്കുന്ന ഇതേ CPM അല്ലേ, ഇതേ പിണറായി വിജയൻ അല്ലേ? ഇവർ നടത്തുന്ന കൊള്ളകൾ മിത്തേൻ നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അയ്യപ്പനെന്നോ ഭഗവതി എന്നോ വല്ല ഉണ്ടോ? ഇവർക്ക് കിട്ടുന്ന അടിച്ചുകൊണ്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോ ഓരോരുത്തരും സർക്കാരിന്റെ ഓരോ സ്ഥാപനങ്ങൾക്കും കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഇനി ഒരിക്കലും അധികാരത്തിൽ വരികയെന്ന് ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളയ്ക്ക് കോപ്പ് കൂട്ടുകയാണ്. ഇവിടെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറയാം, ഒരു സംശയവുമില്ല, ഇതിനകത്ത് നിലവിലുള്ള ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ പ്രതികളാണ്. അവർ പ്രതികളാക്കപ്പെടുവോ SIT അന്വേഷണത്തിൽ എനിക്കറിയാൻ പറ്റില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ CBI അന്വേഷണത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കും. വളരെയധികം നന്ദി, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്.